الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരിയായ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഫറൂഖ് കോളേജ് ഡോക്ടർ കെ എ ആയിഷ സ്വപ്ന മാമിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ജനാബ് പി കെ അഹമ്മദ് സാഹിബ്, ഇന്നത്തെ വിശിഷ്ട അതിഥി ജനാബ് പി കെ അബ്ദുറബ് സാഹിബ്, മാനേജ്മെന്റ് കമ്മിറ്റിയിലെ വിശിഷ്ടർ, REA കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളിലെ മേധാവികൾ, ഇവിടുത്തെ അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഫറൂഖ് കോളേജ് പബ്ലിക്കേഷൻ ഡിവിഷൻ എല്ലാ കാലത്തും നല്ല കൃതികൾ പുറത്തിറക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ ഒരു ചടങ്ങില് പ്രാധാന്യം പറയുന്നത് ഈ ഒരു റിലീസാണ്. നമ്മൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സുവനിയറുകളും മറ്റു കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നിട്ടുണ്ടാവാം സമയങ്ങളിൽ. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ആൽബം റിലീസ് ചെയ്യുന്നതിന്റെ പേര് മൈൽ സ്റ്റോൺസ് ആൻഡ് മെമ്മറീസ്. അതിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ നിരവധി ആൾക്കാർ ഇന്നുണ്ടാവും. പക്ഷെ ഫറൂഖ് കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് മൈൽ സ്റ്റോൺസ് ആൻഡ് മെമ്മറീസിന്റെ പിന്നിലെ ആ ഒരു ടീം വർക്ക് അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞറിയിക്കേണ്ടതുണ്ട്. സാധാരണ പോലെ തന്നെ നമ്മളുടെ അയ്യൂബ് സർ ഈ കോളേജിലെ ലൈബ്രറിയിലായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രീതി ഇങ്ങനെ തന്നെയാണ്. ആരും ആവശ്യപ്പെടില്ല, പക്ഷെ അദ്ദേഹം കണ്ടറിഞ്ഞിട്ട് ഓരോന്ന് തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുക. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ആൽബത്തിന്റെ പിന്നിലുള്ള കാര്യവും. അയ്യൂബ് സാറിനോട് പ്രത്യേകിച്ച് ആരും ആവശ്യപ്പെട്ടിട്ടല്ല, പക്ഷെ അദ്ദേഹം ഒരു ചലഞ്ചായിട്ട് ഹി ഡിഫൈൻസ് ഹിസ് ഓൺ ചലഞ്ച്. ആ ഒരു ചലഞ്ചായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആൽബമാണ് ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്നത്. നിരവധി തവണയായിട്ട് ദശാബ്ദങ്ങളായിട്ട് നമ്മുടെ കോളേജിൽ വന്ന മാറ്റങ്ങൾ ഇവിടെ വിഷ്വൽ ഒരു റിട്രീറ്റ് ഓർ റാദർ ഗോയിങ് ബാക്ക് ഇൻ ടു ഹിസ്റ്ററിയാണ് നടക്കുന്നത്. നമ്മളുടെ 7 ദശാബ്ദം നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് ഒപ്പിയെടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച സമയത്ത് തന്നെ അദ്ദേഹം യാതൊരു പ്രശ്നമില്ലാതെ തന്നെത്താൻ വരികയും അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി വഴിയൊക്കെ തന്നെ ഇവിടെ നിന്ന് ഡേറ്റ കൊണ്ടുപോകുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അത് മാത്രമല്ല, ചില അമൂല്യമായിട്ടുള്ള ശേഖരം എന്ന് പറയുന്നത് ചിത്രങ്ങളൊക്കെ തന്നെയാണ്. അത് അയ്യൂബ് സാറിന്റെ കഠിന പരിശ്രമം കൊണ്ട് മാത്രമാണ് അത് അദ്ദേഹം കളക്ട് ചെയ്യുന്നതും ഈ ഒരു ആൽബത്തിലേക്ക് ഉപയോഗിക്കുന്നതൊക്കെ. നിങ്ങൾക്ക് ഏവർക്കും പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഈ ഒരു ആൽബത്തിന്റെ പ്രത്യേകത പറയുന്നത് ഇത് 7 decades of excellence. അത് നമ്മൾ അച്ചീവ് ചെയ്തെന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ്. പക്ഷെ അതിനെ വിഷ്വലായിട്ട് റെപ്രസെന്റ് ചെയ്യുക, അത് നിങ്ങളുടെ മുന്നിൽ ഒരു ആൽബമായിട്ട് അവതരിക്കുക എന്ന് പറയുന്നത്
നിസ്സാര കാര്യമല്ല. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, പാസ്റ്റ് പലപ്പോഴും ഓറൽ ഹിസ്റ്ററി ആയിട്ടും റിട്ടൺ ഹിസ്റ്ററി ആയിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇത് വിഷ്വൽ ഹിസ്റ്ററിയാണ് നമ്മൾ ഇന്ന് അൺവെയിൽ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു എന്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ സ്വാഗതം പറയുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ അയ്യൂബ് സാറിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു വലിയ കയ്യടി കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ആൽബം റിലീസ് ചടങ്ങിലേക്ക് ഇരിക്കേണ്ടത്. ഇവിടെ പബ്ലിക്കേഷൻ ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന ഹബീബ് സർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൻസൂർ ബാബു സർ ആയിക്കോട്ടെ, അവർക്ക് സമയം ഒരു പരിമിതിയല്ല. എല്ലായ്പ്പോഴും ഇതിന്റെ പിന്നാലെ പ്രവർത്തിക്കുകയും ഇതിന്റെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു ടീമാണ്. അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് പിന്നീട് കേൾക്കാൻ കഴിയും. പക്ഷേ ഫറൂഖ് കോളേജിന്റെ ഈ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്ന വിഷ്വൽ ആൽബം റിലീസ് എല്ലാവർക്കും ഓർമ്മയായിട്ട് നിൽക്കുന്നൊരു ചടങ്ങായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടാതെ ഞാനിപ്പോൾ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്, വി ഹാവ് ദ ഫോമർ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് കേരള, ജനാബ് പി കെ അബ്ദുറബ് സാഹിബ്. അബ്ദുറബ് സാഹിബിനെ കുറിച്ചിട്ട് വർണ്ണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും അദ്ദേഹം വിദ്യാഭ്യാസ ഫീൽഡിലേക്ക് തന്നിട്ടുള്ള സംഭാവനകൾ, അതിലും മേലെ പറയേണ്ടത് ഫറൂഖ് കോളേജിലെ കോഴ്സുകളും എന്തിന് ഓട്ടോണമിയിൽ നിന്ന്. കുറച്ചു നേരം മുൻപ് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു കാര്യം, എങ്ങനെയാണ് ഓട്ടോണമി കിട്ടിയിട്ട് കരിക്കുലം ഡിസൈനിങ്ങിലൊക്കെ കാര്യമായിട്ട് ഫറൂഖ് കോളേജിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ആ ഒരു തികഞ്ഞ ഫ്യൂച്ചർ വിഷണറിനെ ഞാൻ പരിചയപ്പെടുന്നത്. കാര്യം അദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് ഈ ഓട്ടോണമസ് സ്റ്റേറ്റസ് കൊണ്ടുവന്നാൽ സ്ഥാപനങ്ങൾ നല്ലത് വരുമെന്ന് കണ്ടറിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിനോട് ഞാൻ വളരെ വിഷമത്തോടെ പറഞ്ഞു, 20% അല്ലെങ്കിൽ 40% ഓട്ടോണമിയാണ് ഇപ്പോഴും നമുക്കുള്ളത്. പക്ഷെ ഉള്ളത് വെച്ചിട്ട് നല്ലതുപോലെ നമ്മൾ കോഴ്സസ് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു. അവിടെയാണ് അബ്ദുറബ് സാഹിബ് നമ്മുടെ ഫറൂഖ് കോളേജുമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തുമ്പോഴായിരിക്കും അത് തെറ്റായിട്ട് മാറുക. അബ്ദുറബ് സാഹിബിനെ ഫറൂഖ് കോളേജിന്റെ പേരിലും ഈ ഒരു പബ്ലിക്കേഷൻ ഡിവിഷന്റെ പേരിലും വളരെ സ്നേഹത്തോടെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന പൂച്ചെണ്ട് കുറച്ച് വൈകിയാണ് എത്തുന്നതെങ്കിലും നമ്മളെ കയ്യടി അത് പിന്തുടർന്നാവാം. അടുത്തത് എനിക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടുള്ള പ്രസിഡന്റ്, ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി, ജനാബ് പി കെ അഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറയാറുണ്ട്, ഏറ്റവും തിരക്കുള്ളൊരു വ്യക്തിത്വം, ഏറ്റവും ബിസി ആയിട്ട് ഓരോ ദിവസവും ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വം, പക്ഷെ ഏറ്റവും ക്ഷമയും സ്നേഹവും കരുതലും കാണിക്കുന്ന ഒരു വ്യക്തിത്വം. അത് തന്നെയാണ് ഫറൂഖ് കോളേജിന്റെ പ്രസിഡന്റ് എന്ന സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹത്തിന് പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. വളരെ സ്നേഹത്തോടെ ഫറൂഖ് കോളേജിന്റെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ പേരിൽ ജനാബ് പി കെ അഹമ്മദ് സാഹിബിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ ജനാബ് സി പി കുഞ്ഞഹമ്മദ് സാഹിബ്. ഇപ്പൊ നിങ്ങൾ ചെറുതായിട്ട് കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഗംഭീര ശബ്ദത്തില്, അതായത് ഒരു പൂ കൊടുക്കുമ്പോ 2 കൈയും കൂടി ചേർത്തിട്ട് വേണം കൊടുക്കാനെന്ന്. മോളെ സമയമായിട്ടില്ല. ജനാബ് സി പി കുഞ്ഞഹമ്മദ് സാഹിബിന്റെ പ്രത്യേകത, ഹീസ് വൺ മാൻ ആർമി. ഒരേ ഒരു വ്യക്തി പക്ഷെ നിരവധി റോളുകൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിത്വം. അത് ആരോഗ്യമുള്ള സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ അനാരോഗ്യ സമയത്തായിക്കോട്ടെ, ഫറൂഖ് കോളേജ് എന്ന് പറയുമ്പോഴും സാറിന് യാതൊരു സംശയമില്ല, എല്ലാത്തിലും വളരെ സ്പിരിറ്റഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വം. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഐ വെൽക്കം അവർ മാനേജർ ജനാബ് സി പി കുഞ്ഞഹമ്മദ് സാഹിബ്. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ള നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. ഞാൻ കുറച്ച് കൃത്യതയിൽ പറയാം. നമ്മളുടെ വേദിയിൽ ഇരിക്കുന്ന ജനാബ് അഡ്വക്കേറ്റ് മുഹമ്മദ് സാഹിബ്, നമ്മളുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ ലീഗൽ അഡ്വൈസേഴ്സിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയാൻ പറ്റും. കാര്യം എത്രയോ വർഷം പഴക്കമുള്ള കാര്യങ്ങൾ പോലും വളരെ വ്യക്തമായിട്ടും വളരെ കൃത്യമായിട്ടും പ്രവചിക്കുകയും കാര്യങ്ങളൊക്കെ ആഖ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിനെ ഫറൂഖ് കോളേജിന്റെ പേരിലും അതേപോലെ ഈ ഒരു പബ്ലിക്കേഷൻ ഡിവിഷന്റെ പേരിലും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ
ഏറ്റവും സന്തോഷത്തോടെയാണ് നമ്മളുടെ പ്രൊഫസർ യാസീൻ അഷ്റഫ് സർ. അദ്ദേഹം ഇപ്പോ എഡിറ്റർ മീഡിയ വൺ TV-യിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു യാസീൻ സാറും ഞാനും തമ്മിലുള്ള ബന്ധം എനിക്ക് തോന്നുന്നു ഫറൂഖ് കോളേജിൽ നിന്നല്ല, സാഫിയിൽ നിന്ന് തന്നെ തുടങ്ങിയതാണ്. ഞാൻ ഈ ഒരു കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ അത് യാസീൻ സാറിന്റെ ഇന്റർവ്യൂവിന്റെ പരിണത ഫലമായിട്ട് വന്നിട്ടുള്ളതാണ്. 45 മിനിറ്റ് ഗ്രില്ല് ചെയ്ത് സെലക്ട് ചെയ്ത് സാഫിയിൽ കൊണ്ടുവന്നു. പിന്നീട് ഇപ്പൊ ഫറൂഖ് കോളേജിൽ സാറിന്റെ കൂടെ നിൽക്കുന്നു. അദ്ദേഹം എന്നും കൃത്യതയുടെ ഒരു വക്താവ് എന്ന് പറയാം. വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത്. അതേപോലെ എഡിറ്റോറിയൽ ടീമിന്, പബ്ലിക്കേഷൻ ഡിവിഷനിലെ എഡിറ്റോറിയൽ ടീമിന് ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ ഫറൂഖ് കോളേജിന്റെയും അതേപോലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മളുടെ കുട്ടിയാലിക്കുട്ടി സാർ. മാനേജിംഗ് കമ്മിറ്റി എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. കൂടാതെ നമ്മളുടെ RUA-യുടെ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതൊരു ബന്ധവും കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു വ്യക്തി. കൂടാതെ RUA മാത്രമല്ല, ഫറൂഖ് കോളേജിന്റെ ഒരു ജീവൻ ആവാഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിത്വം. ഫറൂഖ് കോളേജിനെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു തിന്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം വിഷമിക്കുക എനിക്ക് തോന്നുന്നു കുട്ടിയാലിക്കുട്ടി സാറിനാണ്. കുട്ടിയാലിക്കുട്ടി സാറ് എൻ്റെ മുൻ പ്രിൻസിപ്പൽ കൂടിയാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഒന്നൊന്നായിട്ട് ഞാൻ പറയാം. നമ്മളുടെ വൈസ് പ്രസിഡന്റ് ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി കുഞ്ഞലവിക്ക. അദ്ദേഹം വൈസ് പ്രസിഡന്റ് മാത്രമല്ല, ഫോസയുടെ വളരെ ശക്തനായ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ ട്രഷറർ ജനാബ് NK മുഹമ്മദ് അലി സാർ. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. കാര്യം ഏത് ചടങ്ങിനാണേലും അതിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വം. കൂടാതെ ഫറൂഖ് കോളേജിന്റെ എല്ലാ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ ഫറൂഖ് കോളേജിന്റെ പബ്ലിക്കേഷൻ ഡിവിഷൻ ആൻഡ് ഫറൂഖ് കോളേജിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്വാഗതം ചെയ്യുമ്പോഴേക്കും കൈയടിച്ചിട്ട് പ്രോത്സാഹിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ചടങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ചടങ്ങില് അയ്യൂബ് സാറിനെ സ്വാഗതം ചെയ്യേണ്ടതില്ല. കാര്യം അയ്യൂബ് സാർ ഇസ് എ ഹോസ്റ്റ്. He is the anchor, the captain behind this particular program. We are so proud and privileged to welcome Ayub sir. പബ്ലിക്കേഷൻ ഡിവിഷനിലെ ഹബീബ് റഹ്മാൻ സാറും അതേപോലെ തന്നെ ഇവിടെ വേദിയിലല്ലാത്ത മൻസൂർ ബാബു സാറും ഉണ്ട്. അവർ രണ്ടുപേരും വളരെ സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന എല്ലാ RUA മെമ്പേഴ്സ്, ഫറൂഖ് കോളേജ് ജോയിന്റ് കമ്മിറ്റിയിലെ നിരവധി പേര്, എല്ലാവരും പേരെടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിട്ടുപോകും. അതുകൊണ്ട് അവരെല്ലാം വളരെ സ്നേഹത്തോടെ തലയാട്ടിയിട്ട് മതി എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ഇവിടെ കൂടിയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിലെ മേധാവികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൊളീഗ്സ് ഈ കോളേജിലും മറ്റ് ഇതര സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർ വന്നിട്ടുണ്ട്. കൂടാതെ നമ്മളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും കൂടിയിട്ടുണ്ട്. ഈ ഒരു അവസരം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവട്ടെ. അത് നല്ല മെമ്മറീസ് കൊണ്ട് തന്നെ സജീവമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അടുത്തതായി ഈ ചടങ്ങിന് ഔപചാരികമായി അധ്യക്ഷത നിർവഹിക്കുന്നതിനായി ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ജനാബ് PK അഹമ്മദിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യാതിഥി, മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പ്രിയങ്കനായ PK അബ്ദുറഹ്മാൻ സാഹിബ് അവരുടെ മാനേജർ CP കുഞ്ഞുമുഹമ്മദ് സാഹിബ്, സ്വാഗതം ആശിച്ച ആയിഷ സ്വപ്ന, വേദിയിലെ അഡ്വക്കേറ്റ് മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന യാസീൻ അഷ്റഫ്, പ്രൊഫസർ യാസീൻ അഷ്റഫ് പൂർവ്വ വിദ്യാർത്ഥിയാണ് കോളേജിൻ്റെ. അതുപോലെ തന്നെ മുൻ പ്രിൻസിപ്പാൾ
കുട്ടിയാലിക്കുട്ടി സാഹിബ്, കോളേജിന്റെ വൈസ് പ്രസിഡന്റും ഇതെല്ലാമെല്ലാമായ കുഞ്ഞാലി സാഹിബ്, നമ്മുടെ മുഖ്യ അതിഥി മുഖ്യധാരം ഇന്നത്തെ അയ്യൂബ് സാഹിബ്, അതുപോലെ തന്നെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ആയിഷ സ്വപ്ന, മറ്റ് വേദിയിലെയും സദസ്സിലെയും വലിയ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഫറൂഖ് കോളേജിന്റെ യാത്രയിൽ സുപ്രധാനമായ ഒരു ഏടുകൂടി ചേർക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ ഒത്തുകൂടിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളവും ഹൃദയാംഗവുമായ സ്വാഗതം ആശംസിക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തിന്റെ നാൾവഴിയിലെ ചരിത്രപരവും മഹത്തരവുമായ നിമിഷങ്ങൾ ഒപ്പിയെടുക്കുകയും സംഗ്രഹിക്കുകയും ചെയ്ത ശ്രദ്ധേയമായ ഒരു സമാഹാരമായി നമ്മുടെ പ്രിയപ്പെട്ട അയ്യൂബിന്റെ ശ്രമപരമായി ഒരു ആൽബം എന്നിവിടെ പ്രത്യേകനായ മുഖ്യ അതിഥി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഫറൂഖ് കോളേജിന്റെ എല്ലായ്പ്പോഴും മികവിന്റെ പ്രകാശഗോപുരമായും അറിവിന്റെ ഇൻക്യുബേറ്ററായും ആയത്തിൽ വേരൂന്നിയ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന പാരമ്പര്യത്തിന്റെ പ്രതീകമായും നിലകൊള്ളുന്ന ഇന്നത്തെ ഈ പരിപാടി ഒരു ഫോട്ടോ ആൽബത്തിന്റെ ആഘോഷം മാത്രമല്ല, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഓരോ അംഗവും പതിറ്റാണ്ടുകളായി പ്രതിനിധീകരിച്ച മഹത്തായ ഒരു പൈതൃകത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മൈൽസ് ആൻഡ് മെമ്മറീസ് കേവലം ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു ശേഖരം മാത്രമല്ല, സ്നേഹവും സമർപ്പണവും ഉള്ളടക്കത്തുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും ചേർന്ന് നെയ്തെടുത്ത ചരിത്രത്തിന്റെ ഒരു ജീവസുറ്റ രേഖയാണ് കോളേജ് പബ്ലിക്കേഷൻ ഡിവിഷന്റെ സങ്കീർണമായ പ്രയത്നങ്ങൾ. എല്ലാ പേജുകളിലും പ്രകടമാണ്. അതിമനോഹരമായ ഒരു ആശയത്തെ ഇത്തരത്തിൽ യഥാർത്ഥമാക്കി മാറ്റിയതിന് എൻ്റെ ഹൃദയമായ നന്ദി ആദ്യമായി അയ്യൂബിനെ അറിയിക്കട്ടെ. തെരശ്ശേരിക്ക് പിന്നിൽ അക്ഷരം പ്രേരിച്ചവരിൽ ഈ പദ്ധതി നട്ടല്ലായിരുന്ന ഒരിക്കലും പറയാൻ അയ്യൂബിനെ ഞാൻ എടുത്തു പറയണം. ഈ അയ്യൂബിന്റെ ശ്രദ്ധേയമായ അർപ്പണബോധവും സർഗാത്മകവും ഇമേജറിയിലുള്ള കഥ പറയാനുള്ള നൈസർഗികമായ കഴിവും ഈ ആൽബത്തെ ഒരു മാസ്റ്റർ പീസായി രൂപപ്പെടുത്തുന്നതിൽ നിർണായ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശ്രദ്ധ, ആവേശം, ഈ സ്ഥാപനത്തോടുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ സ്നേഹം എന്നിവ ഈ സമാജത്തിന് മാറ്റിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അയ്യൂബിന്റെ പ്രവർത്തനങ്ങൾ വരും തലമുറകൾ നന്ദിയോടെ സ്മരിക്കപ്പെടും. ഞങ്ങൾ മുഖ്യമന്ത്രി പി കെ അബ്ദുൾ റഹീം സാഹിബ്, അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ കോളേജിന്റെ വളർച്ചയിൽ പ്രത്യേകിച്ച് നമുക്ക് 7 കോഴ്സ് അദ്ദേഹം തന്നു. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് 7 കോഴ്സ്, 2 കോഴ്സ് റെഗുലർ കോഴ്സ്, 5 കോഴ്സ് സെൽഫ് ഫൈനാൻസ് കോഴ്സ്. അത് മാത്രമല്ല, പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഓരോ അസംബ്ലി മണ്ഡലത്തിലും പുതിയ ഗവൺമെന്റ് കോളേജ് തുടങ്ങിയതും കേരളത്തിലെ അറബിക് കോളേജ് അധ്യാപകർക്ക് UGC ശമ്പളവും നൽകിയത് ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ്. പ്രത്യേക അഭിമാനത്തോടെ അദ്ദേഹത്തെ ഈ സ്ഥലത്തിന് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ് നമ്മുടെ കോളേജിന്റെ മാസ്റ്റർ ലൈബ്രറി സയൻസ്, BA ഫംഗ്ഷൻ ഇംഗ്ലീഷ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc സൈക്കോളജി, MSc സൈക്കോളജി, ബാച്ചലർ ഓഫ് വൊക്കേഷണൽ പ്രോഗ്രാം, BMMC എന്നീ 8 കോഴ്സുകൾ അനുഭവിച്ചത്. 8 കോഴ്സാണ്. ഇതിനെ സ്നേഹം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ പ്രിയ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ പ്രചോദനം കൂടിയാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. ഇന്ന് നാം പിന്നിട്ട് നായിക്കല്ലുകൾ അനാവരണം ചെയ്യുമ്പോൾ ഈ ആൽബം ഭൂതകാലത്തിന്റെ മാത്രമല്ല, ഭാവിയിലേക്ക് നമ്മെ നയിക്കുന്ന ചാലക ശക്തിയിലൂടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാവുന്നു. ഫറൂഖ് കോളേജിന്റെ എപ്പോഴും മുന്നോട്ട് നയിച്ചിട്ടുള്ള കാഴ്ചപ്പാടിന്റെയും ഒത്തൊരുമയുടെയും ആവേശത്തിന്റെയും പിൻബലമാണ് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പൈതൃകം ഉയർത്തിപ്പിടിക്കാനും മെച്ചപ്പെടുത്താനും അയ്യൂബ് സാഹിബിന് സാധിച്ചത്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ കൂടുതലായിട്ട് എല്ലാവരെയും ഈ സദസ്സിന് എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
മൈൽ സ്റ്റോൺസ് ആൻഡ് മെമ്മറീസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാനായി ഞാൻ ക്ഷണിക്കുകയാണ് എഡിറ്റർ മീഡിയ വൺ TV പ്രൊഫസർ യാസീൻ അഷ്റഫ്. ബഹുമാന്യനായ അധ്യക്ഷൻ PK അഹമ്മദ് സാഹിബ്, മുഖ്യാതിഥി അബ്ദുറബ് സാഹിബ്, പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ സ്വപ്ന, മാനേജർ CP കുഞ്ഞഹമ്മദ് സാഹിബ്, അഡ്വക്കേറ്റ് M മുഹമ്മദ് സാഹിബ്, മിസ്റ്റർ M അയ്യൂബ്, പ്രൊഫസർ കുട്ടിയാലിക്കുട്ടി, ഡോക്ടർ അലി ഫൈസൽ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, എല്ലാവർക്കും സലാം. മറവിക്ക് എതിരായ പ്രതിരോധമാണ് നമ്മെ ജീവിപ്പിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇന്നിപ്പോൾ ഈ ചടങ്ങിൽ ഒരു ആൽബം നമ്മൾ ഇറക്കുമ്പോൾ ആ ആൽബം പോലെ തന്നെ ഇവിടെ കൂടിയ ആളുകളും നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെയുള്ള ഒരുപാട് ആളുകൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നവർ കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാലത്തിലൂടെ ഒരു ടൈം ട്രാവൽ നടത്തുന്ന ഒരനുഭവം ഇവിടെ മാത്രമല്ല, നമ്മൾ ഇറക്കാൻ പോകുന്ന ആൽബത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ വളരെ പണ്ട് 1966 ഞാനിവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന ക്യാമ്പസും ഇന്നത്തെ ക്യാമ്പസും തമ്മിൽ വമ്പിച്ച വ്യത്യാസമുണ്ട്. ഫിസിക്കലായിട്ട് തന്നെ വലിയ വ്യത്യാസമുണ്ട്. അന്ന് വളരെ സ്പേഷ്യസ് ആയിരുന്നു, ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടായിരുന്നു, കുറഞ്ഞ ബിൽഡിങ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു ഗൃഹാതുരത്വത്തോടു കൂടെ നമ്മൾ ഓർക്കുന്ന കാര്യങ്ങളാണ്. ഈ ആൽബത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പഴയ കാലത്തിൽ കൂടെ ഒന്നുകൂടെ കടന്നുപോയി. തീർച്ചയായും ഇവിടെ ചടങ്ങിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ആൽബത്തെ ഒരു സർഗ സൃഷ്ടിയെ അല്ലേ എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു ആൽബം, എങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്റ് സർഗസൃഷ്ടിയാവുക? പക്ഷെ ഈ ഡോക്യുമെൻ്റ് സർഗസൃഷ്ടി തന്നെയാണ്. കാരണം അത് ചരിത്രമാണ്, അതൊരാഖ്യാനമാണ്, അത് ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ട് പലക കൂടിയാണ്. 228 പേജുണ്ട്. പക്ഷെ അത് വെറും ആൽബം അല്ല, അത് വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. കുറച്ചേ ടെക്സ്റ്റ് ഉള്ളൂ, ധാരാളം ചിത്രങ്ങളുണ്ട്, പഴയ വളരെ മങ്ങലൊക്കെ പിടിച്ച പഴയ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട്, പഴയ രേഖകളുണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, കുറിപ്പുകളുണ്ട്, രസീതുകളുണ്ട്. അങ്ങനെ 228 പേജ് ഒന്നാം തരം ആർട്ട് പേപ്പറിൽ പ്രിന്റ് ചെയ്ത നല്ല ഒരു പ്രൊഡക്ഷനാണ്. അതേസമയം ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും പിന്നാക്കം നിന്നിരുന്ന ഒരു ജനസമൂഹത്തിൻ്റെ വളർച്ചയുടെ മുന്നേറ്റത്തിൻ്റെ കഥ കൂടിയാണ് ഈ ആൽബം നമ്മോട് പറയുന്നത്. ആ നിലക്ക് അതൊരു ചരിത്രരേഖയാണ്, അതൊരു ചരിത്രപരമായ ആഖ്യാനമാണ്, ചരിത്രപരമായ ഒരു വിഷ്വൽ ട്രീറ്റാണ്. അത് എങ്ങനെയാണ് ആ സമൂഹത്തെ ഒരു സ്ഥാപനം മാറ്റിയെടുത്തത് എന്നുകൂടെ നമുക്ക് അതിൽ കൂടെ തിരിച്ചറിയാൻ കഴിയും. ശൂന്യമായ ഒരു മരുപ്പറമ്പിൽ അറിവിൻ്റെ പൂന്തോട്ടം തീർത്ത് രൂപം കൊണ്ട കഥ കൂടിയാണ്. അബുസഭ എന്ന മനീഷിയുടെ ചിന്ത കനലായിട്ടും ആ കനൽ ഒരു സമർപ്പിതമായ സംഘത്തിൻ്റെ അസ്വസ്ഥതയായിട്ടും അത് പിന്നീട് സമൂഹത്തിൻ്റെ ആവേശമായിട്ടും ഒരു മഹാസ്ഥാപനമായിട്ടും വിദ്യാഭ്യാസ സമുച്ചയമായിട്ടും ഒരു ജനതയുടെ പിന്നാക്കാവസ്ഥ മാറ്റിയെടുത്ത നേതൃത്വ കളരിയായിട്ടും ലോകമെങ്ങും പടർന്ന നന്മയുടെ സന്ദേശമായിട്ടും വളർന്നതിൻ്റെ ചരിത്രം കൂടിയാണ് ഈ ആൽബം. ആദ്യത്തെ പേജുകൾ മറിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുക ഒരു ഖുർആൻ സൂക്തമാണ്. ജനങ്ങളെ ഇരുട്ടിൽ നിന്ന്
വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നൊരു ശകലം അതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ആൽബത്തിന് ചേരുന്ന ഒരു ആമുഖം തന്നെയാണ് അത്. കോളേജ് നടന്നു വന്ന 3/4 നൂറ്റാണ്ടിൻ്റെ കഥ, 3/4 നൂറ്റാണ്ടിൻ്റെ നാഴികക്കല്ലുകൾ, ഓർമ്മകൾ, അനുഭവങ്ങൾ. അതിൻ്റെ എംബ്ലം തുടക്കത്തിൽ വിഷൻ, മിഷൻ, കോളേജ് ഗീതം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ പ്രധാന വികാസങ്ങൾ, സംഭവ വികാസങ്ങൾ, സ്ഥാപക നേതാക്കൾ, വിവിധ കമ്മിറ്റികൾ, അവരുടെ പരിണാമങ്ങൾ, കോളേജിന് സ്ഥലവും മറ്റും നൽകിയ ഉദാര മനസ്കരെ പറ്റിയുള്ള വിവരങ്ങൾ, പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി യൂണിയനുകൾ, അസോസിയേഷൻ ഓഫ് റിട്ടയർഡ് ടീച്ചേഴ്സ് എന്ന പൂർവ്വ അധ്യാപകരുടെ സംഘടനയെ പറ്റി, ഫോസ ഫാറൂഖ് കോളേജ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ പറ്റി, ഇതുപോലെ ഒരുപാട് കോളേജിൽ നിന്ന് അനുബന്ധമായും കോളേജിൻ്റെ ഭാഗമായും അല്ലാതെയും നിലനിൽക്കുന്ന ഒരുപാട് പ്രവർത്തന സംവിധാനങ്ങളെപ്പറ്റി, അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളിലും അധ്യാപകരിലുമൊക്കെ വലിയ നേട്ടം കൈവരിച്ചപ്പോൾ IIT പ്രൊഫസർ ഉണ്ട്. പിന്നെ അത് പിന്നെ ആൽബത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതുപോലെ വലിയ സ്ഥാനങ്ങൾ നേടിയ ആളുകളെ പറ്റി നമുക്ക് കാണാൻ കഴിയും. ആദ്യ ക്ലാസ്സുകളിൽ നടന്ന 3 വീട് എല്ലാവരും കണ്ടിട്ടുള്ള ചിത്രമാണ്. പക്ഷേ ആ ചിത്രം നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് അതിൽ ഉടക്കി നിൽക്കും. അത് അത്ഭുതം നമ്മളിൽ ഉണ്ടാക്കും. കാരണം ഇന്നത്തെ കോളേജും ആ ഒരു വീടും തമ്മിലുള്ള അകലം ഒരു വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു ഫാറൂഖാബാദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് നമ്മളിതിൽ കാണുന്നത്. ആദ്യം മദ്രാസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു, പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായി. പിന്നെ കാലിക്കറ്റിൽ തന്നെ ഭാഗമായിക്കൊണ്ട് ഭാഗ്യമായിട്ടാണെങ്കിലും ഒരു ഓട്ടോണമസ് പദവി നമുക്കുണ്ട്. ഭാഗ്യമായിട്ട് എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞത് ഞാൻ കൂട്ടിയാണ്. പിന്നെ ഞാൻ ചുരുക്കുകയാണ്. പുസ്തകത്തിലെ ആൽബത്തിൽ ഒരുപാട് ഇവിടെ സന്ദർശിച്ച് പോയ ഒരുപാട് പിന്നെ പ്രമുഖരായ ആളുകളുടെ ചിത്രങ്ങളും കുറിപ്പുകളും ഒക്കെ കാണാം. ഞാൻ അവരുടെ പേരുകളൊന്നും ഇപ്പോൾ എണ്ണി പറയുന്നില്ല. വെറുതെ ഒക്കെ നിങ്ങൾ തന്നെ നോക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിൽ പിന്നെ പ്രസിഡന്റുമാരുണ്ട്, ഗവർണർമാരുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, മന്ത്രിമാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, ഒരുപാട് സാംസ്കാരിക പ്രവർത്തകരുണ്ട്, സ്പോർട്സ്മെൻ ഉണ്ട്. ഇങ്ങനെ സാധാരണ നിലയ്ക്ക് ഇതുപോലുള്ള ഒരു ഡോക്യുമെന്റേഷനാണിത്. ഒരു ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റയാണ്. സാധാരണ നിലയ്ക്ക് ഒരു ഡേറ്റ കളക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ വരണ്ട് ഇരിക്കേണ്ടതാണ്. അതിൽ വൈകാരികത ഒട്ടുണ്ടാവില്ല. പക്ഷെ ഈ ആൽബം അങ്ങനെയല്ല. അത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇത് ഓരോ ചിത്രത്തിനും ഓരോ അടിക്കുറിപ്പിനും പിന്നിൽ വൈകാരികമായ ആവേശകരമായ ഓർമ്മകൾ നമ്മൾ കാണും, അനുഭവങ്ങൾ കണ്ടെത്തും. അതിൽ ഏറ്റവും ആദ്യമായിട്ട് എൻറോൾ ചെയ്ത വിദ്യാർത്ഥിയായിട്ട് PA ലത്തീഫ് എന്ന് പറയുന്ന ഒരാളുടെ ചിത്രം കാണാം. പിന്നെ അതുപോലെ ആദ്യം എൻറോൾ ചെയ്യുക അത് 48-ലാണ്. 59-ൽ ഗേൾസിനെ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് എൻറോൾ ചെയ്ത ഒരു P ചെറുമി എന്ന് പറയുന്ന ഒരു പേര് കാണാം. അതിൽ ലത്തീഫ് സാറ് നമുക്കറിയാം ഇവിടെ പിന്നെ ഹൈസ്കൂളിൽ ഹെഡ് മാഷായിട്ട്, പിന്നീട് കോളേജ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രവർത്തിച്ച് ഇവിടെ നിറഞ്ഞു നിന്നിരുന്ന ആളാണ്. അതേസമയം P ചെറുമി എന്ന് പറയുന്ന ആളെ പറ്റി നമുക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ഈ വാസ്തവത്തിൽ ഇതിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അന്വേഷിക്കാനും ഒരുപാട് കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനും സാധിക്കും. ഒരുപക്ഷെ നമ്മളിൽ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലുള്ള ആദ്യത്തെ ആളുകളെ പറ്റി, ചെറുമിയെ പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കാൻ തോന്നിയെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു കാര്യം കൂടെ ഉള്ളത്, ഇതിൽ ആദ്യമായിട്ട് പിന്നെ ഓരോ ബാച്ചും തുടങ്ങുമ്പോൾ അതിൽ ആദ്യത്തെ ബാച്ച്, ഓരോ കോഴ്സും തുടങ്ങുമ്പോൾ അതിൽ ആദ്യത്തെ ബാച്ചിൻ്റെ വിവരങ്ങൾ, ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ട്. അതിൽ 1968 തുടങ്ങിയ BA ഇംഗ്ലീഷ് തുടങ്ങുന്ന 68-ലാണ്. MA ഇംഗ്ലീഷ് അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. BA ഇംഗ്ലീഷ് തുടങ്ങിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ ബാച്ച്, അതിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. അതെനിക്ക് സന്തോഷം തരാൻ കാരണം ഞാനത്
അതിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ പക്ഷേ ഒരു മാഗ്നിഫൈങ് ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും വെറും ചരിത്രമല്ല ഇത്, വളരെ അത്യാവശ്യമായ ഡോക്യുമെന്റേഷനാണ്. ഇതിന് തീർച്ചയായിട്ടും ഇത് ഇവിടെ പറഞ്ഞതുപോലെ ഇതിന് അഭിനന്ദനം അർഹിക്കുന്നത് അയ്യൂബ് തന്നെയാണ്. അയ്യൂബും അയ്യൂബിന്റെ ടീമും, പക്ഷെ പ്രത്യേകിച്ച് അയ്യൂബ് ഇവിടെ ലൈബ്രറിയിലായിരിക്കെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഭയങ്കര താല്പര്യം. അദ്ദേഹം ഇവിടെ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പഠിച്ച ഒരുപാട് ആളുകളെക്കാൾ കൂടുതൽ കോളേജിനെ പറ്റി അറിയുകയും കോളേജുമായിട്ട് ഇടപഴകുകയും ചെയ്ത ആളാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അധ്വാനം, ഒരുപാട് കാലമായിട്ടുള്ള അധ്വാനം ഇതിനുണ്ട്. അവസാനമായിട്ട് ഞാൻ നിർത്തുകയാണ്. ഇത് ഈ ഡോക്യുമെന്റേഷൻ എന്നുള്ള ഒരു സംവിധാനം ഇവിടെ നിൽക്കാൻ പാടില്ല, അത് തുടരണം. ഒരു സംവിധാനം, ഒരു സ്ഥിരം സംവിധാനം അതിന് വേണം. ഇപ്പോൾ നാറ്റ് പോലുള്ള സംഗതികളൊക്കെ വരുമ്പോൾ ഈ ഡോക്യുമെന്റേഷൻ എന്നുള്ള ഒരു പ്രശ്നമായിട്ട് പിന്നെ പലർക്കും അനുഭവപ്പെടുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് ഒരു സംവിധാനമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഓഫീസും മറ്റുള്ളതൊക്കെ ചെയ്യേണ്ട സംഗതികളാണത്. പക്ഷെ അവർക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ, പിന്നെ അവരെ മോണിറ്ററിങ്, ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ഒരുപക്ഷെ പറ്റുകയാണെങ്കിൽ അയ്യൂബിന്റെ കീഴിൽ തന്നെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റാ സയൻസും അതുപോലെ ഒക്കെ ആയിട്ട് ഒരു പ്രോഗ്രാം തന്നെ, പ്രത്യേക അക്കാഡമിക് പ്രോഗ്രാം തന്നെ ഡോക്യുമെന്റേഷനിൽ നമുക്ക് തുടങ്ങാനും പറ്റും. അത് മറ്റ് ആളുകൾക്ക് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ നിർത്തിയാണ്. ഈ വലിയ വളരെ വിലപ്പെട്ട വളരെ ഈ കോളേജിനെ സ്നേഹിക്കുന്ന, കോളേജിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആൽബം ആണ് ഇത്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സലാം. മൈൽസ്റ്റോൺസ് ആൻഡ് മെമ്മറീസിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു വിശകലനം തന്നെ നമുക്ക് ലഭിച്ചു. താങ്ക് യു യാസിൻ സർ. അടുത്തതായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫാറൂഖിന്റെ 75 വർഷത്തെ ഒരു ചരിത്രരേഖയായി മാറുന്ന മൈൽസ്റ്റോൺ ആൻഡ് മെമ്മറീസ്, അതിന്റെ പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം. അതിനായി മുൻ വിദ്യാഭ്യാസ മന്ത്രി ജനാബ് PK അബ്ദുറബ് സാഹിബിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൽബം ഏറ്റുവാങ്ങുന്നതിനായി മാനേജർ ഫറൂഖ് കോളേജ് ജനാബ് CP കുഞ്ഞിമുഹമ്മദ് സാഹിബിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിനായി ജനാബ് PK അബ്ദുറബ് സാഹിബിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ PK അഹമ്മദ് സാഹിബ്, പ്രിൻസിപ്പൽ ഡോക്ടർ KA ഐഷ സ്വപ്ന, പ്രൊഫസർ യാസിൻ അഷ്റഫ്, മിസ്റ്റർ CP കുഞ്ഞി മുഹമ്മദ്, മിസ്റ്റർ M അയ്യൂബ്, പ്രൊഫസർ A കുട്ടി, ഡോക്ടർ അലി ഫൈസൽ, ഡോക്ടർ H ഹബീബ് റഹ്മാൻ, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കോളേജിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, 75 വർഷത്തെ ഈ കോളേജിലെ നാൾവഴികൾ വളരെ കൃത്യമായി 228 പേജുകളിൽ ഒതുക്കി സമഗ്രമായ ഒരു ആൽബമാണ് ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ അയ്യൂബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 1964-66 കാലഘട്ടത്തിലാണ് ഞാനിവിടെ പഠിച്ചത്. അന്ന് പ്രീ ഡിഗ്രി തുടങ്ങുന്ന സമയമായിരുന്നു. പ്രീ ഡിഗ്രിയുടെ ആദ്യത്തെ ബാച്ചിലാണ് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത്.
അന്ന് കോളേജ് യൂണിയനൊക്കെ ഫറൂഖ് കോളേജിലൊന്നും രാഷ്ട്രീയ അടിസ്ഥാനത്തിലായിരുന്നില്ല രൂപീകരിക്കപ്പെട്ടിരുന്നത്. കാരണം പ്രൊഫസർ ജലീൽ സാഹിബിൻ്റെയൊക്കെ കർശനമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമില്ലാത്ത രീതിയിലുള്ള യൂണിയൻ തിരഞ്ഞെടുപ്പുകളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം അന്നും ഇതുപോലെ പബ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു എഡിറ്റോറിയൽ കമ്മിറ്റി ആ കാലത്തും ഉണ്ടായിരുന്നു, കോളേജ് മാഗസിനുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്ന് ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ആ സമയത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് 3 അംഗങ്ങളുള്ള ഒരു എഡിറ്ററും 2 സബ് എഡിറ്റേഴ്സുമായിട്ടുള്ള 3 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയിൽ അംഗമാകാൻ ഉള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽക്ക് അല്ലെങ്കിൽ ഈ ക്യാമ്പസുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞതിന് ശേഷവും അലിഗർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അതിന് ശേഷവും ഒക്കെയായി ഇവിടുന്ന് പോയ ആളുകളൊക്കെ അലിഗറിലുണ്ട്. അലിഗറിൽ നിന്ന് തിരിച്ചു വന്നവരൊക്കെ ഇവിടെ മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ തന്നെ പല കോളേജുകളിലുമുണ്ട്. അപ്പം അങ്ങനെ അവരുമായൊക്കെയുള്ള ബന്ധങ്ങൾ വളരെ സജീവമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്നെ പോലുള്ളവർക്ക് ഉള്ളത്. അയ്യൂബിനെ സംബന്ധിച്ചിടത്തോളം അയ്യൂബ് ഈ കോളേജിലെ ലൈബ്രറിയനായി വന്ന കാലം മുതൽക്ക് എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം വന്നതിന് ശേഷമാണ് കോളേജിലെ ലൈബ്രറി സമഗ്രമായ മാറ്റങ്ങൾക്ക് വിധേയമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റൈലോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണമോ ഒന്നും ആയിരുന്നില്ല അതിന് മുമ്പുണ്ടായത്. അയ്യൂബ് വന്നതിന് ശേഷം അത് A to Z എല്ലാ കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനേക്കാൾ മാറിയിട്ടുണ്ടാകും, കുറേ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഡിജിറ്റലൈസേഷനും എല്ലാ കാര്യങ്ങളും വരുമ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. ഏതായാലും ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെല്ലാവരും ആലങ്കാരികമായിട്ടാണെങ്കിലും സൂചിപ്പിക്കാറുള്ളത് കേരളത്തിലെ അലിഗർ എന്നാണ്. കാരണം കേരളത്തിലെ അലിഗർ എന്ന് പറയുമ്പോൾ ഈ കോളേജ് സ്ഥാപിതമായ കാലം തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് സമാനതകൾ അതിൽ കാണാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സർ സെയ്ദിന്റെ ശ്രമങ്ങൾ അവിടെ നടന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ തൽപരരായിട്ടുള്ള ആളുകൾ, അതെല്ലാം ഈ പുസ്തകം ഈ ആൽബത്തിൽ പറയുന്നുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്, അവരുടെയൊക്കെ ശ്രമഫലമായി വളരെയേറെ കഠിനാധ്വാനത്തിലൂടെ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെയൊക്കെ ഉയർന്നു വന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് ഈ നിലയിലെത്തി നമുക്കെല്ലാം അഭിമാനമുണ്ടാക്കുന്ന രീതിയിൽ തലയുയർത്തി നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ഇവിടെ ഈ 228 പേജിൽ ഇവിടെ പറഞ്ഞതുപോലെ ഓരോ പേജിലുള്ള ഓരോ കാര്യങ്ങൾക്കും, അത് ഫോട്ടോ ആവട്ടെ, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു റെസീറ്റ് ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോട്ടീസ് ആവട്ടെ, എന്താണെങ്കിലും ആ പേജ് കാണുമ്പോൾ തീർച്ചയായും ആ പേജുമായി അല്ലെങ്കിൽ ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയേറെ ഗൃഹാതുരത്വം തരുന്ന ഒരു കാര്യമായി അത് മാറും. കാരണം അവരുടെ ഓർമ്മകൾ ആ പിൽക്കാലത്തിലേക്ക് പഴയ കാലങ്ങളിലേക്ക് പോവുകയും ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന അവരുടെ ജീവിതവും അവരുടെ സൗഹൃദവും അവരുടെ മറ്റെല്ലാ കാര്യങ്ങളും ഒരു ചലച്ചിത്രം പോലെ, ഒരു സിനിമ പോലെ നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യും. അതാണ് ഇതുപോലുള്ള സൃഷ്ടികൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതും അത് തന്നെയാണ്. ഇവിടെ ഇപ്പം നേരത്തെ യാസീൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ തുടർച്ചയുണ്ടാവണം. ഇപ്പം ഈ 75 കൊല്ലത്താണുള്ളെങ്കിൽ ഇനി ഒരു 5 കൊല്ലം കൂടുമ്പോഴെങ്കിലും 5 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഇതിൻ്റെ ഒരു റിവൈസ്ഡ് അല്ലെങ്കിൽ ആ 5 കൊല്ലം കൂടി കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരണമെന്നാണ് എനിക്ക് വിനീതമായ ഒരു അഭിപ്രായമുള്ളത്. നമുക്കറിയാം, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ മുന്നിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഒന്നുമില്ല. അന്ന് നേരത്തെ കാണുന്ന ലൈബ്രറി അടക്കമുള്ള ഒരു 3 ഭാഗത്തുള്ള ഒരു ബിൽഡിങ്ങും അതിൻ്റെ മൂലയിൽ ബഹുമാന്യനായ ജലീൽ സാഹിബിൻ്റെ റൂമും അതിൻ്റെ തൊട്ടപ്പുറത്ത് പഴയ ലൈബ്രറിയും ഒക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മുന്നിൽ 2-3 ചെറിയ തോട്ടങ്ങളുണ്ടായിരുന്നു.
തോട്ടങ്ങൾക്ക് മുമ്പിലാണ് അന്ന് ബസ്സുകളൊക്കെ വന്ന് നിന്നിരുന്നത്. അവിടെ നിന്നാണ് കുട്ടികൾ ബസ്സിൽ കയറി പോയിരുന്നത്. തോട്ടങ്ങളിലുണ്ടായിരുന്ന റോസാപ്പൂക്കൾ കട്ടുകൊണ്ടുപോകുന്ന പണിയായിരുന്നു ഓസ്ട്രേലിയയിൽ താമസിക്കുന്നവർക്കൊക്കെ പ്രധാനമായും ഉണ്ടായിരുന്നത്. അത് കാണാനായിട്ട് ജലീൽ സാഹിബ് രാവിലത്തെ മൂപ്പരെ സവാരി ഇതിൻ്റെ കൊലായിലൂടെ ആയിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ചാൽ പിറ്റേന്ന് തന്നെ ഒളിപ്പിച്ച് വലിയ തോതിലുള്ള എന്താ പറയുക, ശിക്ഷാ നടപടികളൊന്നുമല്ല, പക്ഷെ എന്നിരുന്നാൽ തന്നെയും കാരണം അദ്ദേഹത്തിന് പേടിയായിരുന്നില്ല അവർക്ക്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു ആ കാലത്ത്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ കോളേജ് തുടങ്ങിയിട്ട് 10-11 വർഷം കഴിഞ്ഞിട്ടാണ് പെൺകുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയതെന്ന് പറഞ്ഞു. അതിനും ശേഷമുള്ള കാലം എളുപ്പമെടുക്കണം. ഇപ്പോൾ ഈ കോളേജിലെ പെൺകുട്ടികളുടെ സ്ട്രെങ്ത് എത്രയാണ്, ഇവിടുത്തെ ആൺകുട്ടികളുടെ സ്ട്രെങ്ത് എത്രയാണ്, അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം ആദ്യം മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഒരിക്കൽ കാറിൽ തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് വരികയായിരുന്നു. ആലപ്പുഴ എത്തിയപ്പോൾ കോളേജ് വിടുന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഡ്രൈവറോട് കാറ് നിർത്താൻ പറഞ്ഞു. ആ കാറ് നിർത്തിയിട്ട് ആ കോളേജിലെ കുട്ടികൾ മുഴുവൻ ക്ലാസ് കഴിഞ്ഞ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ക്ലാസ് വിട്ട് പോകുന്ന ആ സമയം മുഴുവൻ അദ്ദേഹം ഇത് നോക്കി നിന്നു. കുട്ടികളൊക്കെ പോയതിന് ശേഷം അദ്ദേഹം ഡ്രൈവറോട് പറഞ്ഞു കാറ് വിട്ടോണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അദ്ദേഹത്തെ CHനോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഇങ്ങനെ നിർത്തിയിടാനും കാരണം എന്താണ്? ഞാൻ നമ്മുടെ പെൺകുട്ടികളുടെ സ്ഥിതി ആലോചിക്കുകയായിരുന്നു. ഈ ഇറങ്ങിപ്പോയവരിൽ 90% ആൺകുട്ടികളാണ്. പെൺകുട്ടികളെ ഒന്നും കാണാനില്ല. പെൺകുട്ടികൾ എന്തുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വരുന്നില്ല എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന് അന്നുണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളൊക്കെ MLA-മാരാകുമ്പോഴും മന്ത്രിയാകുമ്പോഴും അതിന് ശേഷവും ഒക്കെ പല പരിപാടികളിലും കുട്ടികളെ അവർക്ക് SSLC അല്ലെങ്കിൽ +2 ഇതിനൊക്കെ വലിയ മാർക്കുകൾ കിട്ടി അവരെ ആദരിക്കാൻ വേണ്ടി അവർക്ക് മൊമെൻ്റോ കൊടുക്കാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ കാണുന്നൊരവസ്ഥ 80% പെൺകുട്ടികളാണ്, ആൺകുട്ടികൾ അതിന് താഴെയുള്ളൂ. അപ്പം അത്രയും വലിയ ഒരു വിപ്ലവകരമായ മാറ്റം ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. ഇന്നിപ്പോൾ അത് മാത്രമല്ല, അതിനേക്കാൾ ഉയർന്നു പോയിരിക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടത്തേക്കാൾ ഇഷ്ടവും കാനഡയും ലണ്ടനും UK-യും ഒക്കെയാണ്. അങ്ങനെ പോകുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ എന്ന് പറഞ്ഞത് ചൈനയിൽ പോയിട്ടെങ്കിലും അഭ്യസിക്കണം എന്ന് പറഞ്ഞത് ചൈനയിൽ എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് ചൈനയിൽ എത്തണമെങ്കിൽ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു റസൂലിൻ്റെ കാലത്ത്. അപ്പോൾ അവിടെ പോയാലും നിങ്ങൾ വിദ്യാഭ്യാസിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് അത്ര ബുദ്ധിമുട്ടാണെങ്കിലും വിദ്യാഭ്യാസം നേടണം എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ ചൈന എന്നല്ല, എവിടെ വേണമെങ്കിലും നമുക്ക് 10-12 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 18 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന സ്ഥലേ ലോകത്തെവിടെയും ഉള്ളൂ. എവിടെ വേണമെങ്കിലും പോയി നമുക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ കുട്ടികൾ പഠിക്കുന്നുമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ കുട്ടികളെ റാഞ്ചാൻ വേണ്ടിയുള്ള പരിപാടികളുമായിട്ടാണ് വിദേശ സർവകലാശാലകളൊക്കെ വട്ടമിട്ട് പറക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അവിടെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നവരുമുണ്ട്. അതേ അവസരത്തിൽ അവിടെ പോയി ജീവിതം തന്നെ താറുമാറായി പോകുന്ന കുട്ടികളുമുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ഈ വർത്തമാനകാല സാഹചര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ഏതായാലും ഫാറൂഖ് കോളേജ് അതിൻ്റെ ആ എല്ലാ യശസ്സും പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ഈ 5 വർഷക്കാലം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിക്കാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ കഴിയാവുന്നത്ര കാര്യങ്ങൾ ഈ കോളേജിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിച്ചു. ഞാൻ പ്രിൻസിപ്പലോട് ഓട്ടോണമിയുടെ കാര്യം ചോദിക്കാൻ കാരണം, ഓട്ടോണമി കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ നിന്നല്ല, കേരളത്തിൽ നടന്നിട്ടില്ല. അത് നടക്കാൻ ഇപ്പോഴുള്ള ഗവൺമെൻറ്റിന് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഓട്ടോണമസ് കോളേജ് എന്ന് പറയുമ്പോൾ റിസൾട്ട് പബ്ലിക്കേഷൻ അല്ലാത്ത എല്ലാ കാര്യവും കോളേജിൽ തന്നെ ചെയ്യാം. അവർക്ക് തന്നെ സിലബസ് ഡിസൈൻ ചെയ്യാം, അവർക്ക് തന്നെ എക്സാം നടത്താം, അവർക്ക് തന്നെ റിസൾട്ട് ക്ലിയർ ചെയ്യാം. അതിൻ്റെ സർട്ടിഫിക്കറ്റ്സിന് മാത്രമേ യൂണിവേഴ്സിറ്റി പോകേണ്ട കാര്യമുള്ളൂ. അതുപോലെ തന്നെ പുതിയ കോഴ്സുകൾ കൊണ്ടുവരാം, കേരളത്തിൽ ഇല്ലാത്ത കോഴ്സുകൾ, മറ്റ് സീറ്റുകളിലുള്ള കോഴ്സുകൾ കൊണ്ടുവരാം. ആ കോഴ്സുകളുടെ തന്നെ സ്പ്ലിറ്റപ്പ് ആയിട്ടുള്ള സെമസ്റ്റേഴ്സ് നടത്താം. കുറേ സെമസ്റ്റർ ഇവിടെ നടത്താം, കുറേ സെമസ്റ്റർ മറ്റ് രാജ്യങ്ങളിൽ നടത്താം.
അങ്ങനെയൊക്കെ വിദ്യാഭ്യാസത്തിനൊരു വലിയ റേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ ഓട്ടോണമി കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ ഗവൺമെൻറ്റിന് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിന് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും കാര്യങ്ങൾ നടക്കുന്നില്ല, കുറേശ്ശെയൊക്കെ നടക്കുന്നുള്ളൂ എന്ന് പ്രിൻസിപ്പൾ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഏതായാലും അത് ശരിക്ക് 100% അർത്ഥത്തിൽ നമ്മൾ A+ഉം A++ഉം ഒക്കെ ഗ്രേഡ് കൊടുക്കുന്നു, നാക്കിൻ്റെ വിസിറ്റും ഒക്കെ നടക്കുന്നു, കോളേജിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ച് ഓരോ കോളേജും മേലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഗവൺമെൻറ്റിന്, ഇപ്പം നമുക്കറിയാം ഏത് ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാന ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളാണ് ഭരിക്കുക. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടാകും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ വിദ്യാഭ്യാസ കാര്യത്തിൽ ആ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പുതിയ തലമുറയുടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ നിഷ്പക്ഷരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ നമ്മുടെ രാജ്യങ്ങളിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഏതായാലും ഫറൂഖ് കോളേജ് ഇന്ന് നമ്മുടെ നിലവിലുള്ള കേരളത്തിലെ കോളേജുകളെ അപേക്ഷിച്ച് എല്ലാം കൊണ്ടും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കോഴ്സുകളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും റിസർച്ചിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ വളരെ മുന്നിലാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഏതായാലും ഈ 228 പേജ് നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് പഠിക്കുകയും അത് ഓരോന്നും നമുക്ക് തരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ് എന്ന് പങ്കുവെക്കുമ്പോൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു നല്ല നോവൽ വായിച്ച പ്രതീതി അല്ലെങ്കിൽ അതിനുള്ള ഒരു സുഖം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പലപ്പോഴും പലരും ഈ ഇതിനിടെ ഇടക്കാലത്ത് നമുക്കറിയാം വായന കുറഞ്ഞുപോയി എന്നുള്ളൊരു വിലാപമുണ്ടായി. ആ വായനയുടെ സ്ഥാനം മുഴുവൻ നമ്മുടെ വിഷ്വൽ മീഡിയാസ് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. മൊബൈലാണെങ്കിലും TV ആണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും ഒക്കെ അങ്ങനെ. പക്ഷേ അതിൽ പലപ്പോഴും സാഹിത്യകാരന്മാർ തന്നെ പറയാറുള്ളത് ഒരു പുസ്തകം നിങ്ങൾക്ക് തരുന്നത് അനുഭൂതിയാണ്. അതേ അവസരത്തിൽ ഒരു വിഷ്വൽ മീഡിയ നിങ്ങൾക്ക് തരുന്നത് വളരെ കുറച്ച സമയത്തേക്കുള്ള ഒരു മൊമെൻ്ററി ആയിട്ടുള്ള ഒരു അനുഭവങ്ങൾ മാത്രമാണ്. വളരെ ശരിയാണത്. കാരണം നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മറന്നുപോകും. അതേ അവസരത്തിൽ നല്ല ഒരു പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും അതെന്താണ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അത് തീർച്ചയായും ഉണ്ടാകും. അപ്പം അങ്ങനെ തങ്ങി നിൽക്കുന്ന ഓർമ്മകൾ കൂടി ഈ ആൽബത്തിലൂടെ ഇവിടെ ഉണ്ടായിരുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വരാനുള്ളതും ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ളതുമായ എല്ലാ വിഭാഗം ആളുകൾക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അത് അവരുടെ ഗൃഹാതുരത്വമുയർത്തുന്ന ഓർമ്മകളുമായി അവരുടെ മനസ്സിലുണ്ടാവുക. അതേ അവസരത്തിൽ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ പേരത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ മൈൽ സ്റ്റോൺസ് ആൻഡ് മെമ്മറീസ് എന്നാണ്. അതുപോലെ ഇതൊക്കെ ഓരോ ഈ കോളേജിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദ്യത്തേതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ എത്ര നാഴികക്കല്ലുകൾ പിന്നിട്ടു. ആ ഓരോ നാഴികക്കല്ലുകളും പിന്നിടുമ്പോൾ ഈ കോളേജിൻ്റെ യശസ്സും അതിൻ്റെ മറ്റു രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ എത്രത്തോളം ഉയർന്നു പോയി എന്ന് മനസ്സിലാക്കാൻ കൂടി സാധിക്കണം. അത് ഇവിടെ പഠിക്കാത്ത ആളുകൾ കൂടി അത് ഉപകാരപ്പെടും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ മെമ്മറീസ് ഫോട്ടോസൊക്കെ ഒരു പക്ഷേ ഇവിടെ പഠിച്ച ആളുകൾക്കാണ് ഉപകാരപ്പെടുമെങ്കിൽ ഇതിൻ്റെ ഈ കോളേജിൻ്റെ വളർച്ചയുടെ ഓരോ പടവുകളും കയറി ഇന്നത്തെ ഈ സ്ഥിതിയിൽ കോളേജ് എത്തിയപ്പോൾ അതിനെ സംബന്ധിച്ച് പഠിക്കുന്ന ആളുകൾക്ക്, അതിനെ സംബന്ധിച്ച് റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതൊരു വലിയ റെഫറൻസ് ബുക്കായിട്ട് മാറാൻ ഇടയുണ്ട്, സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായും അയ്യൂബ് ഇതിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും പുള്ളി ഒരു നല്ല സംഘാടകനാണ്. ഞങ്ങളുടെ അലീഗറിൻ്റെ പരിപാടികളൊക്കെ പുള്ളി പ്രസിഡൻ്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ഒന്നും അല്ലെങ്കിലും ആദ്യം അതിൽ എല്ലാവരും അന്വേഷിക്കുന്ന പേര് അയ്യൂബിൻ്റെതായി. അയ്യൂബാണ് എല്ലാ കാര്യങ്ങളും പറയാറുള്ളത്. സസ്യത്തിലെ കൊണ്ടാടുന്ന കാര്യമാണെങ്കിലും അതുപോലെ മറ്റ് അലിഗറുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് ആണെങ്കിലും ഒക്കെ എപ്പോഴും അതിൻ്റെ കാര്യങ്ങളിൽ അയ്യൂബ് സാഹിബാണ് മുമ്പിലുണ്ടാകാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു ഡെഡിക്കേഷൻ, ഏത് കാര്യം ഏറ്റെടുത്താലും അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവ് അത് വ്യാപാരം തന്നെ. നമുക്കൊന്നും അത് കഴിയില്ല അത്ര സമയം അതിനു വേണ്ടി ചിലവഴിക്കാൻ. അപ്പം അത്രയേറെ ഒരു ഡെഡിക്കേഷനോട് കൂടിയാണ് ഈ പുസ്തകം ചെയ്തിട്ടുള്ളതെന്ന് യാസീനും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഏതായാലും മറിച്ച് നോക്കിയിട്ടില്ല. ഏതായാലും പണ്ടാരോ പറഞ്ഞതുപോലെ കേട്ട പാട്ടുകൾ മധുരം, കേൾക്കാനുള്ളത് അതിനേക്കാൾ മധുരം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തന്നെ നല്ല
ഒരു അനുഭവം അതുമായി ഉണ്ടാകും. അത് വായിച്ചു നോക്കുമ്പോൾ ഒരു പക്ഷേ അതിനേക്കാൾ വലിയ സന്തോഷമുണ്ടാകും എന്നുള്ള പ്രത്യാശയോടുകൂടി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. നിരവധി ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ നമുക്കിവിടെ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു സർ. അടുത്തതായി നമ്മൾ കടക്കുന്നത് മൈൽ സ്റ്റോൺ ആൻഡ് മെമ്മറീസ്. അതിനു പിന്നിൽ പ്രവർത്തിച്ച കൈകൾക്ക് നമ്മോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനാണ് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അയ്യൂബ് സാറിനെ. ഇവിടെ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ എനിക്ക് മാത്രം അർഹതപ്പെട്ടതല്ല. ഈ കമ്പൈലേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച, സഹകരിച്ച, സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യണത് ഈ നല്ല വാക്കുകൾ. ഈ ആൽബത്തിൻ്റെ തുടക്കം നേരത്തെ ഒരു ആർയ മെമ്പേഴ്സിന് മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഫാറൂഖ് ഓർമ്മ അനുഭവം. അപ്പോൾ അതിലിങ്ങനെ പല സാധനങ്ങളും ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് 75 വർഷമായി. അപ്പോൾ കോളേജിൻ്റെ 75 വർഷത്തെ മൈൽ സ്റ്റോൺസ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാമെന്ന് കുറേ ലിസ്റ്റ് ചെയ്തു. അങ്ങനെ 42-ൽ മൗലവി ആനക്കയത്ത് അറബി കോളേജ് തുടങ്ങിയത് മുതൽ അങ്ങനെ 46-ൽ കോളേജ് ഇവിടെ വന്നു. പിന്നെ 47-ൽ കോളേജ് സ്ഥാപിതമായി. ഈ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ എഴുതി തുടങ്ങി. പക്ഷെ തീരെ ഒരു തൃപ്തി അടയുന്നില്ല. അതിൽ 75 വർഷത്തിൽ കോളേജിൻ്റെ കാര്യം ഒരു ലിസ്റ്റിൽ മാത്രം ഒതുക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു ആൽബത്തെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ നേരത്തെ ഇവിടെ ചെയ്തു വെച്ചൊരു ഫയൽ ഡിജിറ്റൽ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അത് നല്ല പൊക്കിയെടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഏകദേശം ഒരു 1.5 വർഷത്തോളം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വർക്കിന് വേണ്ടി. സമയം കിട്ടുമ്പോൾ കുറേശ്ശെ ഇരിക്കും, മുഴുവൻ സമയമൊന്നുമല്ല. പക്ഷെ അത് പ്രിൻറ്റിങ്ങിൻ്റെ തൊട്ട് മുമ്പ് ഒരു 3-4 മാസം അടുപ്പിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തു. കോളേജിൻ്റെ ഏകദേശം എല്ലാ ഫേസസും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും കവർ ചെയ്യാനുണ്ടാവും. ഇത് കിട്ടുന്ന സമയത്ത് പല സെഷൻസിലും അതിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തിൽ ഒരു 1-2 കോപ്പി മാത്രം പ്രിൻ്റ് ഔട്ട് എടുക്കാം, ഒരു ആൽബമാക്കി കോളേജിൽ സൂക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ ആലോചിച്ച സമയത്ത് ഇതിൽ ചെലവഴിച്ച സമയവും എഫേർട്ടും കണക്കായിരിക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴാണ് ഇത് പ്രിൻ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. ഞാൻ പ്രിൻസിപ്പളുമായും കുട്ടി സാറായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ആര് പ്രിൻ്റ് ചെയ്യും, ആര് പബ്ലിഷ് ചെയ്യും, പബ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം, പിന്നെ അതിൻ്റെ ഫണ്ട് കിട്ടണം. കാരണം ഒരു 500 കോപ്പിയിൽ അടിക്കണമെങ്കിൽ ഏകദേശം 4 ലക്ഷം രൂപയുടെ ചുരുങ്ങിയത് വരും. അപ്പോൾ അമസായിട്ട് സംസാരിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു മുന്നോട്ട് പോകാം, ആവശ്യമായ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പോടു കൂടിയാണ് ഇതിലേക്ക് കടന്നത്. ഇത് നേരത്തെ യാസീൻ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലെല്ലാം ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ കുറേ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. കുറേ കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാം. അത് കഴിഞ്ഞ് നല്ലൊരു എഡിഷൻ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൽ ഒരുപാട് ആളുകൾ ഇതുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പ്രിൻസിപ്പൾ തന്നെ വളരെ എൻകറേജിങ് ആയിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത്. അതിൽ കുട്ടിയാടി സാറ്, ആളിയെ സെക്രട്ടറി, അവരെല്ലാം ഞാൻ ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ടൈപ്പ് സെറ്റിങ്ങിൽ സഹായിച്ച ഷെരീഫ്, അറബി കോളേജ് ലൈബ്രറിയൻ ഷെരീഫ്, പിന്നെ ഡിസൈനിങ് ലേഔട്ടിലുള്ള അറബി കോളേജ് സ്റ്റാഫിന് അസ്കർ, കവർ ഡിസൈനർ ഷാജി പാലോടി, പിന്നെ ഈ പബ്ലിക്കേഷന് സഹായിച്ച ഡോക്ടർ ഹബീബ്, ചീഫ് ലൈബ്രറിയൻ ഡോക്ടർ മൻസൂർ ബാബു, അസിസ്റ്റന്റ് ലൈബ്രറിയൻ അബ്ബാസ്, ഉവൈസ്, രഞ്ജിത്ത്, റജിദാൽ എന്നിവരെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഏകദേശം ഈ എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് പ്രിൻ്റ് ഔട്ട് എടുത്ത സമയത്ത് യാസി സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാർ ഇതൊന്ന് ചെക്ക് ചെയ്ത് തരണം. സാറ് എഡിറ്റോറിയൽ വളരെ നന്നായിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രൂഫ് റീഡിങ് എല്ലാം നന്നായി ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് സാർ ഒന്ന് തീർച്ചയായും ഞാൻ ചെയ്തു തരാം. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ ഈ കോപ്പി എത്തിച്ചു കൊടുത്ത് അടുത്ത വൈകുന്നേരം എത്തിച്ചത് രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ എല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെറിയ കറക്ഷൻസ് ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് സാധനം കിട്ടിയപ്പോൾ അതിൽ സാറ് പച്ച മഴിച്ചുകൊണ്ട് യുദ്ധം തന്നെ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. എല്ലാ പേജിലും, അതായത് ഫോട്ടോൻ്റെ കട്ട് ലൈൻ, ഫോട്ടോ മാറിപ്പോയത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കൺസ്ട്രക്ഷനിലുള്ള വ്യത്യാസങ്ങൾ, ഫോട്ടോ ഡ്യൂപ്ലിക്കേഷൻ വന്നത് എല്ലാം സാറ് കണ്ടുപിടിച്ചിട്ടുണ്ട് അകത്ത്. അത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ പ്രിൻ്റ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും അടി കിട്ടിയിരുന്നു അന്ന്. സാറിന് അത് നന്ദി അറിയിക്കുകയാണ്. എനിക്ക് 2 സജഷൻസ് ഇവിടെ പറയാനുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോ ആൽബം ഇറങ്ങിയതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഗാലറി നമുക്ക് കോളേജിൽ സെറ്റ് ചെയ്യാൻ വളരെ നന്നായിരിക്കും. ഇപ്പോൾ പുതിയ ടീച്ചേഴ്സും അതുപോലെ സ്റ്റുഡൻസിന് വരുന്ന സമയത്ത്, അതിഥികൾ വരുന്ന സമയത്ത് ഈ ഗാലറി കൂടെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വേദിയായിരിക്കും അത് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളെ അജീബ് കോമാച്ച് വയനാട്ടിലെ ഒരു സ്റ്റുഡിയോ തുടങ്ങുന്നുണ്ട്, ഒരു ഫോട്ടോ മ്യൂസിയം.
വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ പ്രൊഫഷണൽസിനെല്ലാം നമ്മൾ അവരുടെ എക്സ്പെർട്ടൈസ് എല്ലാം ഉപയോഗപ്പെടുത്തി നല്ലൊരു ഫോട്ടോ ക്യാരി നമുക്കൊരു സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകരിക്കുമെന്ന് തോന്നുന്നു. അതുപോലെ വലിയൊരു പ്രശ്നമുള്ളത് നേരത്തെ പറഞ്ഞ ഒരാളോട് സൂചിപ്പിച്ചു, ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ. ഡോക്യുമെൻറ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ഘട്ടങ്ങളിലും ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യും കൃത്യമായിട്ട്. ഇപ്പോൾ കോളേജിൻ്റെ കാര്യം ഞാൻ ഈ സംഗതികളിലെ ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ നിന്ന് ഈ സാധനങ്ങളൊന്നും കിട്ടില്ല. പല ഭാഗങ്ങളിലായിരിക്കും, പല ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും, പല സെക്ഷൻസിലായിരിക്കും, ഓഫീസിലായിരിക്കും, IQSയിലായിരിക്കും. അപ്പോൾ നല്ലൊരു ഡോക്യുമെൻറ്റേഷൻ അസിസ്റ്റൻറ്റ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ലൈബ്രറി സെൻറ്റേഡ് ആയിട്ട് ഒരാളെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കോളേജിൽ ഏത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും, ഓഡിറ്റോറിയം ആണെങ്കിലും, കൺവെൻഷൻ സെൻറ്റർ ആണെങ്കിലും, ഇനി സെമിനാർ റൂം ആണെങ്കിലും, ഇനി AVT ആണെങ്കിലും, ഇനിയിപ്പോൾ ഒരു 5 സ്റ്റാർ ഒരു ഹോള് പാരിസയൻസ് മുഹമ്മദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ 25-ാം തീയതി ഉദ്ഘാടനം കഴിക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് നടക്കുന്നതാണെങ്കിലും എല്ലാവരിലും എവിടെ എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും എല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് നമുക്ക് ശരിക്കും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കണമെന്ന് ഞാൻ കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കുകയാണ്. താമസേനോട് പ്രത്യേകിച്ച്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ ഇതുമായി സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതെല്ലാം സാധ്യമായി തന്ന സർവശക്തനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. അയ്യൂബ് സാറിന്റെ കഠിനാധ്വാനത്തിന്റെ ഒരു ഫലമാണ് നമ്മളിവിടെ ദർശിച്ചത്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും ആ ഫറൂഖ് കോളേജിനോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലുള്ള അഭിമാനവും നമുക്ക് കാണാം. ഏറെ അഭിമാനത്തോടെ ഹൃദയത്തിന്റെ ഭാഷയെ ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അറിയിക്കുന്നതിനായി ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് M. മുഹമ്മദ് സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ആമുഖത്തോട് പറയുന്നില്ല, നേരം വൈകിയതുകൊണ്ട് 2 വാക്കിൽ അവസാനിപ്പിക്കാൻ ആശംസകൾ. അയ്യൂബിനെ പറ്റിയുടെ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മളെ കുടുംബത്തിലെ ഏറ്റവും ഇളയ സഹോദരനാണ് അയ്യൂബ്. അയ്യൂബ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ജലീൽ സാഹിബിനോട് പറഞ്ഞു, യു സെൻഡ് ഹിം ടു അലീഗ. അപ്പോൾ അങ്ങനെ അധികം സംസാരിച്ചില്ല ജലീൽ സാഹിബ്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, യു സെൻഡ് ഹിം ടു അലീഗ എന്ന്. അന്ന് മൂത്ത ഞങ്ങൾ വേറെ ബ്രദർ ജമാലുദ്ദീൻ അലീഗറിൽ പഠിച്ചിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അയ്യൂബ് പോയി. അത് അവൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതിന് സന്തോഷമുണ്ട്. പിന്നെ കോളേജിന് വേണ്ടിയിട്ട് ഞങ്ങളെ പിതാവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് അതൊന്ന് കളക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നത് മാനേജ്മെൻറ്റായിരുന്നു. അതിന് 72-ൽ ഒന്നാണ് അത് ഡയറക്റ്റ് പേയ്മെൻറ്റ് എഗ്രിമെൻ്റ് ഉണ്ടായി കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് ഗവൺമെൻറ് ഒരു ഗ്രാൻഡായിട്ട് ഒന്നായിട്ട് സംഖ്യ മാനേജ്മെൻറ്റ് കൊടുക്കും. അത് മതിയാവില്ല. അതിന് പുറമെ മാനേജ്മെൻറ്റ് പിരിച്ചെടുത്തിട്ടാണ് അന്ന് സ്റ്റാഫിന് ശമ്പളം കൊടുത്തത് 72 കാലത്ത്. അപ്പം അന്ന് മൊയ്ലി സാഹിബും ജലീൽ സാഹിബും സ്ഥിരമായിട്ട് ഞങ്ങളെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. മൊയ്ലി സാഹിബിന് കിടക്കാനായിട്ടുള്ള സ്ഥലം ഇവിടെ വീട്ടിലുണ്ട്. മറ്റ് കാര്യങ്ങൾ ഭക്ഷണിക്കാനുള്ള പാത്രങ്ങൾ ഒക്കെ ഉണ്ട്. ടോയ്ലറ്റിൽ പോകാൻ പ്രത്യേക സൗകര്യം. ഇത് 2-3 ദിവസം അദ്ദേഹം മൊയ്ലി സാഹിബ് ഉണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് ഈ കോളേജിൻ്റെ തുടക്കം മുതൽക്ക് അവസാനം വരെ എനിക്ക് ഏകദേശം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ 1959-62 കാലത്ത് യൂണിവേഴ്സിറ്റി ഒരു കൊല്ലം 3 കൊല്ലം ഡിഗ്രി പഠിച്ചതാണ്. അന്ന് റൂം നമ്പർ 47 ALM ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുമ്പോൾ നല്ല ഓർമ്മ ആയിട്ട് വരുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റേഷനോട് അയ്യൂബ് ചെയ്യാൻ സാധിച്ച് വളരെയധികം സന്തോഷം കാണുന്നുണ്ട്. കൂടുതലായിട്ട് ഇതേമാതിരി കോളേജായിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള കമ്മിറ്റി ഒന്നും സജീവമായിട്ട് പ്രവർത്തിക്കണം ഒന്ന് ഒരു അപേക്ഷ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഹസീബിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവിനെ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ ഈ സംബന്ധിച്ച് ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ പ്രബലയ്ക്കും താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി RUA സെക്രട്ടറി അതുപോലെ തന്നെ ഫറൂഖ് കോളേജ് ഫോമർ പ്രിൻസിപ്പൽ പ്രൊഫസർ A. കുട്ടിയാലിക്കുട്ടി സാറിനെ ഇവിടേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് PK അഹമ്മദ് സാഹിബ്, ഇന്നത്തെ മുഖ്യാതിഥി മുൻ വിദ്യാഭ്യാസ മന്ത്രി ജനാബ് PK അബ്ദുൾ റബ്ബ് സാഹിബ്, പ്രിൻസിപ്പൽ ഡോക്ടർ ഐഷ സ്വപ്ന,
വേദിയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, RA അംഗങ്ങളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് ഇന്ന് നമുക്കിവിടെ സമ്മാനിച്ചിട്ടുള്ള മൈൽ സ്റ്റോൺസ് ആൻഡ് മെമ്മറീസ് എന്ന ഈ ആൽബം നമുക്ക് സംവിധാനിച്ചു തന്ന പ്രിയപ്പെട്ട അയ്യൂബ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ അയ്യൂബ് സാഹിബ് ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത്. 2 വർഷത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ഒരു സാധനം ഇന്ന് പുറത്തിറക്കാൻ പറ്റിയത്. അയ്യൂബ് ഫറൂഖ് കോളേജിൽ പഠിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മുഴുവനും ഈ ക്യാമ്പസിലായിരുന്നു. ഫറൂഖ് ഹൈസ്കൂളിലെ രാജാ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ട് ഫറൂഖ് കോളേജിനെ അകലെ നിന്ന് നോക്കിക്കണ്ട അയ്യൂബിന് ഒരു പക്ഷേ നമ്മളിവിടെ ഇരിക്കുന്ന പലരെക്കാളും കൂടുതൽ ഈ കോളേജുമായി വളരെയധികം അടുപ്പം മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുതന്നെയാണ് ഇവിടെ ഈ വായന നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു ആൽബത്തിലൂടെ, ചിത്രങ്ങളിലൂടെ 1948 മുതൽ 75 കൊല്ലത്തെ കോളേജിൻ്റെ യാത്ര, ഞാൻ ചരിത്രം എന്നല്ല പറഞ്ഞത്, കോളേജിൻ്റെ യാത്ര കൃത്യമായി പകർത്തി എടുത്ത് ഒരു ഫോട്ടോഗ്രാഫർ കണക്ക് ഇവിടെ നമുക്ക് മുമ്പിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. പല കാര്യങ്ങളും അതിൽ നിന്ന് വായിച്ചെടുക്കാനാവും. കോളേജിൻ്റെ ആദ്യകാല സാരഥികൾ, കോളേജിൻ്റെ വളരെ പ്രധാനപ്പെട്ട രേഖകൾ, കുറിപ്പുകൾ, അതുപോലെ തന്നെ കോളേജിൻ്റെ ശരിയായിട്ടുള്ള ഒരു മന്ദഗതിയിലുള്ള യാത്ര, പിന്നെ വളരെ സ്പീഡിലുള്ള യാത്ര, ഇതൊക്കെ നമുക്ക് ശരിക്കും ആ ഒരു 228 പേജ് വരുന്ന ഈ ഒരു ആൽബത്തിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇത് ഇന്ന് ഉള്ളവർക്ക് വളരെ രസകരമായ ഒരു അനുഭവമായിട്ട് തോന്നും. നാളെ വരാൻ പോകുന്ന ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പുതിയ തലമുറക്കും ഇത് തികച്ചും ഒരു അത്ഭുതകരമായ ഒരു വിദ്യാഭ്യാസ മുന്നേറ്റമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഈ കോളേജ് തന്നെ ഇവിടെ ഉണ്ടാകാൻ ഒരു പക്ഷേ അതിന് വഴി കാണിച്ചു കൊടുത്ത പിതാവിൻ്റെ മകൻ തന്നെയാണ് മിസ്റ്റർ അയ്യൂബ്. ഈ ഇരുമൂളിപ്പറമ്പ് എന്ന പ്രദേശം കാട് പിടിച്ചു കിടന്നിരുന്ന ഈ പ്രദേശത്തേക്ക് ഫറൂഖ് കോളേജിനെയും അതിൻ്റെ വ്യത്യസ്ത സ്ഥാപനങ്ങളെയും പടുത്തുയർത്താൻ വേണ്ടി ഈ പ്രദേശം കണ്ടുപിടിക്കുകയും അതിൻ്റെ ഉടമസ്ഥനെ സമീപിച്ച് ഇത് ഒരു വഖഫ് ഭൂമിയാക്കി ഫറൂഖ് കോളേജിന് നൽകുകയും ചെയ്തതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ഹൈദ്രോസ് വക്കീൽ സാഹിബ്. ഫറൂഖ് കോളേജിൻ്റെ ആദ്യത്തെ സാമ്പത്തിക പ്രയാസം അനുഭവിച്ചിരുന്ന അന്നത്തെ ഫൈനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനും ഹൈദ്രോസ് വക്കീലായിരുന്നു. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരന്തരം കോളേജിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഉണ്ടായിരുന്നത്. അത് കേട്ട് വളർന്ന വ്യക്തി തന്നെ ഇത് ചെയ്തു എന്ന് കാണിച്ചു തന്നു എന്നുള്ളത് നമുക്ക് വളരെ തികച്ചും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചേർത്തിക്കൊണ്ടാണ് ഈ ഒരു ആൽബം ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയ്യൂബിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ഇവിടെ കുറെ അഹമ്മദ് സാഹിബിനോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സംവിധാനം, ഇപ്പോൾ കോളേജിൻ്റെ ഡോക്യുമെന്റേഷൻ ഒരു പരിധി വരെ നമ്മുടെ സ്ഥാപനങ്ങളിൽ കുറവാണ്. നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ പോയി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്തിരിക്കും. വ്യക്തികളെയും ആധാരങ്ങളെയും രേഖകളൊക്കെ കൃത്യമായി നമ്മൾ തങ്കലിപികളിൽ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ സൂക്ഷിച്ചു വെക്കുന്ന കോളേജുകളും സ്ഥാപനങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ അതിൽ കുറച്ച് പിന്നോട്ട് പോയി എന്നുള്ളത് സത്യമാണ്. അതിലേക്കൊരു ചൂണ്ടുവിരലാകട്ടെ ഈ ആൽബം എന്ന് ആശിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായി ചടങ്ങിന് ആശംസകൾ അറിയിക്കുന്നതിനായി ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ ജനാബ് NK മുഹമ്മദ് അലി അവർകളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. സമയം വൈകിയതിനെ കൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല.
ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കൃതി ഏറ്റവും നന്നായി തോന്നുക അതിൻ്റെ പണി ചെയ്യുമ്പോഴാണ്. തീർച്ചയായും അയ്യൂബ് സാഹിബിന് ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഒരു സൃഷ്ടിയായി നമുക്ക് കാണാം. ഈ സമദാനി സാഹിബ് എപ്പോഴും കോളേജിൽ വരുമ്പോൾ ഈ കോളേജിൻ്റെ ചരിത്രം എപ്പോഴും പറയും. അപ്പം ഞാൻ എപ്പോഴും ഈ കോളേജിലേക്ക് വരുമ്പോൾ ഒരു തീർത്ഥയാത്രയായിട്ടാണ് ഞാൻ കാണുന്നതെന്നാണ് സമദാനി സാഹിബ് എപ്പോഴും അറബി കോളേജിലും വരുന്നതിലും മോസന്റെ പരിപാടിയിലും വരുമ്പോൾ പറയുന്നത്. പക്ഷെ ഈ ബുക്ക് ശരിക്കും 75-78 കൊല്ലത്തെ ചരിത്രത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയായി നമുക്കത് കാണാൻ പറ്റും. എല്ലാവിധ ആശംസകളും അയ്യൂബ് സാഹിബിനും ലൈബ്രറി ഡിവിഷനും നേരുന്നു. ഇതിന് എല്ലാവരും വിചാരിക്കേണ്ട ഇതിന് പ്രൈസ് ഉണ്ട്, 1000 rupees-ആണ്. അത് കുഞ്ഞന് വിൽക്കാതെ ലൈബ്രറിയന് കൊടുത്ത് ബാക്കി എല്ലാവർക്കും ഇത് വാങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഔപചാരികതയുടെ പേര് മൈൽസ്റ്റോൺ ആൻഡ് മെമ്മറീസ് ഫോട്ടോ ആൽബത്തിന്റെ ആദ്യ കോപ്പിയുടെ വിലയായി നിശ്ചയിച്ചിട്ടുള്ള 1000 രൂപ നൽകിക്കൊണ്ട് മാനേജിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞലവി സാഹിബ് ലൈബ്രറിയൻ ഡോക്ടർ മൻസൂർ അലിയിൽ നിന്ന് സ്വീകരിക്കുന്നു. നമുക്ക് ഏവർക്കും സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇവിടെ നടന്നത്. 2 വാക്ക് സംസാരിക്കുന്നതിനായി കുഞ്ഞലവി സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു പ്രിയപ്പെട്ടവരെ, വേദിയിലുള്ള അഹമ്മദ് സാഹിബ്, അബ്ദുൽ കാരണം ഞാനിത് ബുക്ക് വാങ്ങി നല്ല കഴിയാൻ തോന്നുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പൈസ വരുന്നുണ്ട്. ഗസ്റ്റ് വരെ പൈസ കൊടുത്തിട്ട് വാങ്ങാനുള്ള എന്തായി കഴിഞ്ഞാലും ആദ്യമായി എന്തായി കഴിഞ്ഞാലും വലിയൊരു സംഗതി തന്നെയാണ് ചെയ്തുണ്ടാക്കിയത്. അയ്യോ ഇങ്ങനെയൊക്കെ എഴുതി സങ്കല്പിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അയ്യൂബ് എഴുതിയ ബുക്ക് പ്രകാശം എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചത് എന്താ എന്തായി കഴിഞ്ഞാൽ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അയ്യൂബിനെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി CP കുഞ്ഞിമുഹമ്മദ് സാറിനെയും നമ്മോട് സംസാരിക്കാനായി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. അയ്യൂബ് രചിച്ച ആ ഗ്രന്ഥത്തിന്റെ ഔപചാരികമായ റിലീസ് നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ 75 കൊല്ലത്തെ ഫറൂഖ് കോളേജിന്റെ ചരിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം 2 കൊല്ലത്തോളം ഇതിനുവേണ്ടി പ്രയത്നം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സർ. നമ്മുടെ പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിന് നന്ദി അറിയിക്കുന്നതിനായി പബ്ലിക്കേഷൻസ് ഡിവിഷൻ ഡയറക്ടർ ഡോക്ടർ H. ഹബീബ് റഹ്മാൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം. വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് PK അഹമ്മദ് സാഹിബ്, CP കുഞ്ഞുമുഹമ്മദ് സാഹിബ്, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ PK അബ്ദുൾ റബ്ബ് സാഹിബ്, കുഞ്ഞലവി സാഹിബ്, അഡ്വക്കേറ്റ് മുഹമ്മദ് സാഹിബ്, യാസിൻ അഷ്റഫ് സാർ, മാനേജിംഗ് കമ്മിറ്റി മെമ്പർ, മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ എനിക്ക് മുഹമ്മദ് സാഹിബ്, കുട്ടിയാലിക്കുട്ടി സാർ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട അയ്യൂബ് സാർ, സദസ്സിലുള്ള പൂർവ്വ അധ്യാപകർ, ഈ ഫറൂഖ് കോളേജിൻ്റെ ഇതര സ്ഥാപനങ്ങളിലെ മേധാവികൾ, വിദ്യാർത്ഥികൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള
RUA കമ്മിറ്റി മെമ്പേഴ്സ്, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഈ ഒരു അവസരത്തെ യാസീൻ അഷ്റഫ് സാറ് വളരെ കൃത്യമായി മിലൻ കുന്ദേരയുടെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. മറവിക്കെതിരെയുള്ള ഓർമ്മകളുടെ സമരം എന്നാണ് അദ്ദേഹം ഈ ഒരു പ്രയത്നത്തെ വിശേഷിപ്പിച്ചത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 75 വർഷമായി ഫറൂഖ് കോളേജ് കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭാവനകളെ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് അയ്യൂബ് സാറ് ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. നമുക്കറിയാം, നിലവിലെ സാഹചര്യത്തിൽ ചരിത്രങ്ങളെ മറക്കുകയും അപനിർമ്മിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലുള്ള ചരിത്രരേഖകളുടെ സംരക്ഷണം കൃത്യമായ ഒരു വിപ്ലവ പ്രവർത്തനം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയ്യൂബ് സാറ് വളരെ വലിയ പരിശ്രമമാണ് ഈ ഒരു കമ്പൈലേഷന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഞങ്ങൾ IQACയുടെ നാക്കിൻ്റെ പ്രിപ്പറേഷൻ്റെ തിരക്കിലാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഡേറ്റ ശേഖരിക്കുന്നതിൻ്റെയും അതിൻ്റെ തിരക്കിലായിരുന്നു കഴിഞ്ഞ മാസം വരെ എല്ലാവരും. സാറ് 75 വർഷത്തെ ചരിത്രമാണ് ഇതിൻ്റെ ഇടയിൽ ശേഖരിച്ചു കൊണ്ടിരുന്നത്. നമുക്ക് പബ്ലിക്കേഷൻ ഡിവിഷൻ്റെ മെമ്പേഴ്സ് എന്ന നിലയിൽ വലിയ പ്രയത്നങ്ങളൊന്നും ഇതിൻ്റെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. സാറ് തന്നെയായിരുന്നു എല്ലാം. സാർ അതിൻ്റെ ഓരോ കാര്യങ്ങളും ശേഖരിക്കുകയും അതിൻ്റെ വഴികൾ പറഞ്ഞു തരികയും അതെങ്ങനെയൊക്കെയാണ് കിട്ടേണ്ടതെന്നും ഇടയ്ക്കിടയ്ക്ക് സാറ് കൃത്യമായിട്ട് മിക്കവാറും എല്ലാ ദിവസങ്ങൾ എന്ന പോലെ തന്നെ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പലിന് അറിയാം, ലൈബ്രറി മൻസൂർ സാറിന് അറിയാം. ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായിട്ട് സാർ എടുക്കുന്ന എഫർട്ടുകളെ നേരിട്ട് അനുഭവിച്ചതാണ്. പബ്ലിക്കേഷൻ ഡിവിഷനിൽ തന്നെയുള്ള ഡോക്ടർ നിസാർ സാറ്, അദ്ദേഹവും ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും പലതരത്തിലുള്ള സജഷനുകളുമായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. എൻ്റെ കർത്തവ്യം ഈ ചടങ്ങിന് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഈ പബ്ലിക്കേഷൻ ഡിവിഷൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യാതിഥി PK അബ്ദുൾ റബ്ബ് സാറിനോട് പബ്ലിക്കേഷൻ ഡിവിഷൻ്റെ പേരിലും ഫറൂഖ് കോളേജിൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അഹമ്മദ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് സാക്ഷികളായ CP കുഞ്ഞു മുഹമ്മദ് സാഹിബ്, അഡ്വക്കേറ്റ് മുഹമ്മദ് സാഹിബ്, കുഞ്ഞലവി സാഹിബ്, യാസീൻ അഷ്റഫ് സാർ, കുട്ടിയാലിക്കുട്ടി സാർ, എനിക്ക് മുഹമ്മദ് സാഹിബ്, മുഹമ്മദ് അലി സാഹിബ്, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഒറ്റവാക്കിൽ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചടങ്ങിന് സാക്ഷികളാകാനായിട്ട് നമ്മുടെ ഫറൂഖ് കോളേജിൻ്റെ കീഴിലുള്ള ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അതിൻ്റെ മേധാവികളുണ്ട്, RUA കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരോടുമുള്ള ഫറൂഖ് കോളേജ് പബ്ലിക്കേഷൻ ഡിവിഷൻ്റെ ഫറൂഖ് കോളേജിൻ്റെ തന്നെ നന്ദി വളരെ ഹൃദ്യമായി അറിയിക്കുകയാണ്. ഈ ചടങ്ങിന് സാക്ഷികളായ ഫറൂഖ് കോളേജിലെ മുൻ അധ്യാപകർ, ആർട്ട് മെമ്പേഴ്സ്, വിദ്യാർത്ഥികൾ, മറ്റു ടീച്ചേഴ്സ് എല്ലാവരോടുള്ള നന്ദി ഹൃദ്യമായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്ത ഈ പുസ്തകത്തിൽ 2 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഒന്ന്, വളരെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പരസ്യങ്ങൾ തന്ന് അതിൻ്റെ പ്രിന്റിങ്ങിലേക്ക് സഹായിച്ചിട്ടുള്ള PK അഹമ്മദ് സാഹിബുണ്ട്, NK മുഹമ്മദ് അലി സാഹിബുണ്ട്, CP കുഞ്ഞു മുഹമ്മദ് സാഹിബുണ്ട്, ക്രസൻ ബിൽഡേഴ്സിന്റെ ഹസീബ് സാഹിബുണ്ട്. ഇവരോടൊക്കെയുള്ള നന്ദി അറിയിക്കുന്നു. പേരിൽ എന്തെങ്കിലും തെറ്റിപ്പോയി ക്ഷമിക്കുക, ഞാനത് എഴുതി വെക്കാൻ മറന്നുപോയതുകൊണ്ടാണ്. അവരുടെയൊക്കെ സഹായം കൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു പ്രൊഡക്ഷനിലേക്ക് നമുക്ക് എത്തിയത്. അവരോടുള്ള നന്ദിയും കൂടി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഈ പുസ്തകം പബ്ലിക്കിന് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കൗണ്ടർ പുറത്തുണ്ടാവും, ആർക്കും വാങ്ങിക്കാവുന്നതാണ്. അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.